ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്നൊരു വ്ളോഗായിട്ട് വന്നതാണ്. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ടും വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടൊക്കെ. അപ്പോൾ ഇന്നൊരു വ്ളോഗാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാത്തിമയുടെ ഡോക്ടറെ കാണിക്കാനാണ് പോണത്. അതിൻ്റെ ഇടയിൽ പല പല സ്ഥലത്തേക്ക് പോയതൊക്കെ ഉണ്ടായി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അത് ഞാൻ എടുത്ത് വെച്ചത് തന്നെ അപ്ലോഡ് ആക്കാനുള്ള മൂഡുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫാത്തിമയുടെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഒന്നുകൊണ്ട് നമ്മളെടുത്തൊരു ഗ്യാസും കുറ്റി. ഇന്നിപ്പോൾ നമ്മളെ ഗ്യാസും കുറ്റി തന്നെയാണ്. ഇതിവിടെ അടുത്തുനിന്ന് നടക്കാതെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ തന്നെ നേരം വൈകിയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ നറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് രാവിലെ തന്നെ ചായൻ്റെ കടി ഉണ്ടാക്കുമ്പോൾ തന്നെ ഗ്യാസ് കഴിഞ്ഞിരിക്കണം. ഗ്യാസ് പണി തന്ന് പിന്നെ തറവാട്ടിൽ പോയി അവിടുന്ന് പോയി വേഗം ചായൻ്റെ കടി ഉണ്ടാക്കി പോകുന്നത്. പിന്നെ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി തീരൂലല്ലോ. ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. ചോറടെ വെച്ചിന് വേറെ പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകാൻ തന്നെ നേരം വൈകിക്കണം. 11:30 വരെയാണ് ഡോക്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 11 മണിയായി നമ്മൾ പെരേന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് നമ്മളോട് ഡോക്ടർ ബുക്കൊന്നും ചെയ്യണ്ടായിരുന്നു. നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയിനി. അപ്പോൾ അതാണ് ഈ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ കാണിക്കാൻ പറഞ്ഞു. കാലിൽ അലർജി കൂടിയിട്ട് അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടോ. നമ്മൾ അവിടെ വരിക്കാനൊന്നും നിന്നിട്ടില്ല. വേഗം കാണിച്ച് വേഗം ഇറങ്ങിക്കണ്. അപ്പോൾ അൽഹംദുലില്ലാ കാലിൽ അലർജിയൊക്കെ നല്ലോണം മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ സ്കൂൾക്ക് പോകണമല്ലോ എന്നുള്ള ഇടങ്ങാറാണ് ഇവനുള്ളത്. അപ്പോൾ അതാ നമ്മളെ വണ്ടി അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി കയറിയിരുന്നു. വണ്ടീൻ്റെ ചേലും പോലും കണ്ടിട്ട് ആരും തൊട്ടൊന്നും വേണ്ട കേട്ടോ. ഈ വണ്ടി പാലെടുക്കുന്ന വണ്ടിയാണ്. എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കലുള്ളൂ. അതുകൊണ്ട് ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പരിപാടിക്കും ഞാൻ ഈ വണ്ടിയിൽ കയറില്ല കേട്ടോ. എൻ്റെ വൈറ്റ് 2-3 ഡ്രസ്സ് ഉണ്ട്. അതൊന്നും ഞാൻ പെടലേ ഇല്ല. കാരണം ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ചളി പിടിച്ചും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് ഡ്രസ്സൊന്നും ഇടലെന്നല്ല കേട്ടോ. ഈ സംഭവം ഇതാ കയറി അപ്പുറത്തേക്ക് തുഞ്ഞിക്കുണ്ടോ. അപ്പുറത്ത് കൂടെ അങ്ങോട്ട് കൊയിഞ്ഞാണ്ട് വിചാരിച്ചിട്ട് ഞാൻ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിക്കലൊക്കെ വേഗം കഴിഞ്ഞ് വേഗം പോകുന്നുണ്ട്. നമുക്ക് ഗ്യാസ് നിറപ്പിച്ചാനുണ്ട്. ഗ്യാസ് നിറച്ച കുറ്റി വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് ഗ്യാസ് നിറക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല തിരിച്ച് പോരുമ്പോൾ നിറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഡോക്ടർ പോകും നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന്. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബുക്കൊന്നും ചെയ്യാതെ പോയതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്നു നിൽക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ഇനി ബുക്കൊന്നും ചെയ്യണ്ട, വേഗം വന്നിട്ട് വേഗം കയറാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഡോക്ടർ 2-3 ദിവസം ലീവുമായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേരം കുറച്ചും കൂടി വൈകിയും ചെയ്തിരിക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ പോയാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോരില്ല. നമ്മൾ ടോക്കൺ നമ്പർ ആവണം. ഒന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ടോക്കൺ നമ്പർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചില സമയത്ത് ടോക്കൺ നമ്പർ ആയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഇതുവരെ കാണിച്ചാൻ പോയിട്ടായത്. ഇപ്പോൾ ആകെ 2 മാസം ആവാനായിട്ടുള്ളൂ കേട്ടോ കാണിച്ചാനായിട്ട്. അതിൻ്റെ ഇടയിലുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ പോയിട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം ഇതാണോ മുറിഞ്ഞ മാടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോരുമ്പോൾ കാണാൻ നല്ല രസം. ആകാശം താഴത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പോരും കേട്ടോ. അതൊരു രസം. അതിങ്ങനെ കാണുമ്പോൾ രസം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തത്. അങ്ങനെ എങ്ങനെ വീഡിയോ എടുത്താലും കുറച്ച് അധികം ഉണ്ടാവും. ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്നറിയില്ല വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് 4 മിനിറ്റ് പോലും തികയൂല. ഇപ്പോൾ പറ്റ കുറവാണ് വീഡിയോ എടുക്കൽ. കാരണം ഈ ഫോണായതുകൊണ്ട് അപ്ലോഡ് ആക്കാൻ വേഗമോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാണ് എടുക്കൽ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വണ്ടിയൊക്കെ ഒന്ന് പഠിച്ച് റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമൊക്കെ വീഡിയോ എടുക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുമോ അറിയില്ല കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചത് വേറെയും നടക്കുന്നത് വേറെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നടക്കുമോ അറിയില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പഠിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള കുറേ സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്യാസ് നിറക്കുന്ന സ്ഥലത്ത് എത്തിക്കണം കേട്ടോ. ഗ്യാസ് ഇതാ നിറച്ച കുറ്റി വാങ്ങിയിട്ട് നമ്മളെ കാലിക്കുറ്റി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളെ പെരൻ്റെ അവിടെ തന്നെ ആയതുകൊണ്ട് ഇനി നമ്മളെ പെരയൊക്കെ എത്താനായിക്കണം കേട്ടോ. നമ്മൾ പോരുന്ന വഴിക്കൽ ചില സമയത്തൊക്കെ മഴ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പെരയിലേക്ക് എത്തിയിട്ട് എനിക്ക് നേരെ എൻ്റെ പെരയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ പെരയ്ക്ക് പോകണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഇരിക്കുന്നത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്തിന്. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് നേരെ ഞാൻ ബസ്സിനാണ് പെരയ്ക്ക് പോകുന്നത്. ബസ്സിനല്ല എനിക്ക് നേരെ ഇങ്ങോട്ടുള്ള ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ആങ്ങള ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ ഓൻ പോണതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഓനിതാ പോണ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ആഡാക്കിയതാണ്. പോണതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വീഡിയോ എടുക്കാൻ എന്താണെന്നറിയില്ല, ഒരു മൂഡ് വരുന്നില്ല. 2 ദിവസം മുമ്പ് പറഞ്ഞാൽ ഓന് വെള്ളിയാഴ്ച പോയി, ഞാൻ ബുധനാഴ്ച വരേക്ക് പോയിട്ട് ഓൻ വരുന്നില്ലേ എന്ന് ചോദിച്ചൊരു മെസ്സേജ് കണ്ടപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കൊണ്ടുവന്നാണ് കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ആ ചോറ് വെച്ചോ കണ്ടിട്ട് ഞാനവിടെ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് പെരേക്ക് പോരാന്ന്. അങ്ങനെ അവിടെ പോകുകയും ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.